അമ്പലപ്പുഴയിൽ കാൽനടയാത്രക്കാരനാണ് തെരുവുനായയുടെ കടിയേറ്റത്. പുറക്കാട് തൈച്ചിറ മണക്കൽ ഗോപിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. സമീപത്തെ വീട്ടിലെ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുമ്പോഴാണ് റോഡിൽ വെച്ച് തെരുവുനായ ആക്രമിച്ചത്. സമീപത്തെ വീടുകളിൽ 15ഓളം വളർത്തുനായകളെയും തെരുവുനായകളെയും ഇതേ നായ കടിച്ചതായി നാട്ടുകാർ പറഞ്ഞു. വിവരങ്ങളുമായി ശരത് എസ് ചേരുന്നു. ശരത്ത്, അവിടെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് മനസ്സിലാവുകയാണോ? ഇതിപ്പോൾ കൂടുതൽ നായകൾക്ക് കടിയേറ്റിട്ടുണ്ടെന്ന് പറയുമ്പോഴാണ് ആശങ്ക. പറയൂ. റോഷ്നി, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ തെരുവുനായ ശല്യം രൂക്ഷമായ ജില്ലകളിലൊന്ന് ആലപ്പുഴയാണ്. നമുക്ക് ആലപ്പുഴയെ പരിശോധിച്ചാൽ മാസത്തിൽ ഏറ്റവും കുറഞ്ഞ് 1-2 തെരുവുനായ ആക്രമണമെങ്കിലും ആലപ്പുഴ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മാത്രമല്ല, ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തെരുവുനായ ആക്രമണത്തിൽ ആളുകൾ മരിച്ച ജില്ലയും കൂടി ആലപ്പുഴയാണ്. കഴിഞ്ഞ ഈ വർഷം തന്നെ 3 പേർ ആണ് തെരുവുനായയുടെ ആക്രമണത്തിൽ മരിച്ചതിൽ 2 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തെരുവുനായ ശല്യം ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്ന ജില്ലകളിലൊന്ന് ആലപ്പുഴയാണ്. ഇന്നലെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒടുവിൽ അമ്പലപ്പുഴയിലാണ് തെരുവുനായ ശല്യമുണ്ടായത്. തെരുവുനായ ഒരു അമ്പലപ്പുഴയിൽ ഒരു 60കാരനെ തെരുവുനായ കടിക്കുന്ന സാഹചര്യം. അമ്പലപ്പുഴ പുറക്കാടാണ് ഇത്തരത്തിൽ തെരുവുനായ 60കാരനെ കടിച്ചത്. നമുക്കിപ്പം അദ്ദേഹം ചേരുന്നുണ്ട്. ഗോപിച്ചേട്ടനെയാണ് തെരുവുനായ കടിച്ചത്. ഇന്നലെ എപ്പോഴാണ് എന്താണ് സംഭവം? ഇന്നലെ ഒരു 15-കാലായിരിക്കണം. വീട്ടിലേക്ക് പോകുന്ന ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അവിടെ ഒരു അടിയന്തര ചടങ്ങുണ്ട്. ആ ഭാഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും അവിടെ നിൽക്കുകയും വന്ന് ബാഗിൽ വന്ന് കടിക്കുകയായിരുന്നു. കടി കിട്ടി എൻ്റെ കാലിൻ്റെ പുറവശം. ഈ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. ഇവിടെ വേസ്റ്റ് ഒക്കെ ഒരുപാട് മത്സ്യ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വന്ന വേസ്റ്റ് വരുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന തെരുവുനായകളാണ്. ആളുകൾക്ക് പേടിയാണ്. അതൊരു പേടിയാണ്. അത് മാത്രമല്ല, ഇന്നലെ കടിച്ച നായ ഇവിടുത്തെ തെരുവുനായ എല്ലാം മിക്ക ഇതിനെ കടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനെ പഞ്ചായത്തോ അധികൃതരോ ഇടപെട്ട് ഈ സ്ഥാനത്ത് ഇവിടുന്ന് കൊണ്ടുപോയി എന്താണെന്ന് വെച്ചാൽ ചെയ്ത് ഇവിടുന്ന് ഒഴിവാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്നു. ഞാൻ ഇന്ന് ഇവിടെ എൻ്റെ വീട് അതാണ്. ആ വീടിന്റെ വരാന്തയിൽ ഞാൻ ഇരിക്കുമ്പം ഇവിടെ സാധാരണ ഈ പട്ടി ഇവിടെ കളിച്ച് നടക്കുന്നത് ഞാൻ കാണുന്നതാണ്. അപ്പോഴത്തേക്ക് ഒരു വാഴ അവിടെ പട്ടി കടിച്ചു കീറുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന അവിടെ പണിക്കാരുണ്ട്. ആ പണിക്കാർ ആ പട്ടിയെ ഓടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് ചെന്ന് ചീമക്കൊന്നയുടെ കമ്പ ഇട്ട് കടിച്ചു പറിക്കുക. ഇത് പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു അവസ്ഥയായിട്ട് തോന്നി. ഞാൻ ഉടനെ തന്നെ നമ്മുടെ വാർഡ് പഞ്ചായത്ത് മെമ്പറെ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്, കാര്യങ്ങൾ ഗൗരവമായി കൈകാര്യം ചെയ്യണം, ഇവിടെ കുറെ പട്ടി ഉള്ളതാണ്, അതിൽ നിന്ന് ബാക്കി പട്ടിക്ക് വരാൻ സാഹചര്യമായി നാട്ടിൽ വലിയ പ്രത്യാഘാതം ഉണ്ടാവും, അതുകൊണ്ട് അടിയന്തരമായിട്ട് അതിന് വേണ്ടത് ചെയ്യണമെന്ന് പറയും. പഞ്ചായത്ത് എന്താ പറയുന്നത്? പഞ്ചായത്ത് മെമ്പർ ഇന്നലെ വന്നായിരുന്നു. ഇന്ന് പിടിക്കുമെന്നാണ് പറഞ്ഞിട്ട് പോയിട്ടുള്ളത്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ കുട്ടികൾ ഉൾപ്പെടെ പോകുന്ന വഴി കൂടിയാണല്ലോ ഇത്. അങ്ങനെ ആശങ്കയാണ്. അങ്ങനെ ആശങ്കയുണ്ട്. ഇവിടെ തെരുവുനായി ഇപ്പൊ ഇവിടെ 2-3 പേര് സംസാരിച്ചതുപോലെ ഇവിടെ വേസ്റ്റും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് ഈ തെരുവുനായി വരുന്നത്. പറയുന്നത് പോലെ അതായത് പ്രധാനപ്പെട്ട കാരണം ഈ ഭാഗത്ത് മാലിന്യം കൃത്യമായി സംസ്കരിക്കാത്തതിന്റെ ഒരു പ്രതിസന്ധി ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടെ നിരവധി പേർ കടന്നു പോകുന്ന പാതയാണ്. മാത്രമല്ല, ഇന്നലെ ആക്രമിച്ച തെരുവുനായ 15ഓളം വളർത്തുനായകളെയും ഒപ്പം ഈ നാട്ടിലുണ്ടായിരുന്ന മറ്റു തെരുവുനായകൾ കൂടി കടിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ പേവിഷബാധയുണ്ടെന്ന സംശയം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ ഒരു സംശയമുള്ള സാഹചര്യത്തിൽ, അതായത് ഇന്നലെ നായ ചത്ത നിലയിൽ കാണുന്ന സമയത്ത് സമീപത്തുണ്ടായിരുന്ന വാഴയൊക്കെ തന്നെ കടിച്ചു പറിച്ച് ആ രീതിയിൽ അത്തരമൊരു സ്വഭാവം കാണിച്ചിട്ടാണ് ഈ നായ ചത്തത്. അതുകൊണ്ട് തന്നെ ഈ നായയ്ക്ക് പേവിഷബാധയുണ്ടെന്ന സംശയം നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പേവിഷബാധയുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പറഞ്ഞതുപോലെ 15ഓളം വളർത്തുനായകളെയും ഒപ്പം സമീപത്തുള്ള മറ്റ് തെരുവുനായകൾ കൂടി ഈ നായ ആക്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നായയ്ക്ക് ഒരുപക്ഷേ പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കണം, പ്രതിരോധ നടപടികൾ മറ്റ് നായകൾക്ക് കൂടി സ്വീകരിക്കണമെന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായ അത്തരമൊരു ആവശ്യം കൂടിയാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം പറഞ്ഞു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും പ്രത്യേകിച്ച് ചേർത്തല, അതേപോലെ തന്നെ ആറാട്ടുപുഴ അടക്കമുള്ള മേഖലയിൽ കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. അങ്ങനെ ജില്ലയിൽ തെരുവുനായയുടെ ആക്രമണം ഇത്തരത്തിലൊരു പതിവ് സംഭവമായി മാറുന്നു. അതിനൊരു ഫലപ്രദമായ ഒരു നടപടിയോ അല്ലെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഇടപെടലോ ബന്ധപ്പെട്ട വകുപ്പുകൾ കാര്യമായി സ്വീകരിക്കുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും തെരുവുനായ ശല്യം പതിവാകുമ്പോഴും പ്രതിവിധികൾ ഉണ്ടാവുന്നില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു.